ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന്റെ പേരിൽ പിണറായി സർക്കാരിനോട് നേർക്കുനേർ പൊരുതിയ കണ്ഠരര് രാജീവര് വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇത്തവണ ഒരു കേസിലെ പ്രതിയാക്കപ്പെട്ടതിനെ തുടർന്നല്ല, മറിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടാണ് തന്ത്രി രംഗത്തെത്തിയിരിക്കുന്നത്. സ്വർണ്ണക്കവർച്ച കേസിൽ തന്നെ പ്രതിയാക്കിയത് വെറുമൊരു പോലീസ് നടപടിയല്ല, മറിച്ച് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്ന് തന്ത്രി തുറന്നടിക്കുന്നു. യുവതീ പ്രവേശന കാലത്ത് പിണറായി സർക്കാരിന്റെയും പോലീസിന്റെയും നീക്കങ്ങൾക്ക് തടയിട്ടതിലുള്ള കടുത്ത പ്രതികാരമാണ് ഇപ്പോൾ തീർക്കുന്നതെന്ന് അദ്ദേഹം കോടതിയിൽ ബോധിപ്പിച്ചു. അന്ന് സന്നിധാനത്തുണ്ടായിരുന്ന ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഭരണകക്ഷിയുടെ നിർദ്ദേശപ്രകാരം യുവതീ പ്രവേശനം സുഗമമാക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ക്ഷേത്രതന്ത്രി എന്ന നിലയിൽ തന്റെ അധികാരം ഉപയോഗിച്ച് അത് തടഞ്ഞതാണ് സർക്കാരിനെ ചൊടിപ്പിച്ചത്. നവോത്ഥാനത്തിന്റെ പേരിൽ ആചാരങ്ങൾ ലംഘിക്കാൻ ശ്രമിച്ചവർക്ക് താൻ വലിയ തടസ്സമായിരുന്നു എന്ന് രാജീവര് വ്യക്തമാക്കുന്നു. ഈ വാദങ്ങൾ ശരിവെക്കുന്ന രീതിയിലായിരുന്നു കൊല്ലം വിജിലൻസ് കോടതിയുടെ നിരീക്ഷണങ്ങളും. തന്ത്രിക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ല. ക്ഷേത്രത്തിലെ സ്വർണം കൈകാര്യം ചെയ്യുന്നത് ദേവസ്വം ബോർഡാണെന്നും തന്ത്രിക്ക് താന്ത്രികമായ അധികാരങ്ങൾ മാത്രമാണുള്ളതെന്നുമുള്ള വാദം കോടതി അംഗീകരിച്ചു. ഇത് സർക്കാരിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. ഇവിടെയാണ് വലിയൊരു ചോദ്യം ഉയരുന്നത്. നിയമം നടപ്പാക്കാൻ ശ്രമിക്കുന്ന സർക്കാരോ അതോ ആചാരങ്ങൾ സംരക്ഷിക്കാൻ നിലകൊള്ളുന്ന തന്ത്രിയോ? ആരാണ് യഥാർത്ഥത്തിൽ നീതിയുടെ പക്ഷത്ത്? വിശ്വാസികൾക്കിടയിൽ തന്ത്രിക്ക് ലഭിക്കുന്ന ഈ ക്ലീൻ ചിറ്റ് സർക്കാരിനെ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്കാണ് തള്ളിയിടുന്നത്. കട്ടിളപ്പാളി കേസും ദ്വാരപാലക ശില്പ കേസും രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന തന്ത്രിയുടെ ആരോപണം പ്രതിപക്ഷം ആയുധമാക്കി കഴിഞ്ഞു. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഈ പകപോക്കൽ രാഷ്ട്രീയം സർക്കാരിന് വലിയ തിരിച്ചടിയാകുമെന്ന് ഉറപ്പാണ്. ശബരിമല വീണ്ടും സജീവ ചർച്ചയാകുമ്പോൾ പ്രതിരോധത്തിലാകുന്നത് ഭരണകൂടമാണ്. വിശ്വാസവും രാഷ്ട്രീയവും നേർക്കുനേർ വരുമ്പോൾ കേരളം ആർക്കൊപ്പം നിൽക്കും? കാത്തിരുന്ന് കാണാം.